ഓ, ബ്ലേഡും മോശമായി. ഇതുകൊണ്ട് എങ്ങനെ മുഖം ഷേവ് ചെയ്യും? ആശം പിടിക്കാം. ഇനിയിപ്പോൾ ഒരെണ്ണം മേടിക്കണമല്ലോ. എടാ, ഓ, അവൻ മൊബൈലിൽ മുഴുകിയിരിക്കുക. ഡാ, എൻ്റെ ഷേവ് ചെയ്യണ ബ്ലേഡ് തീർന്നു പോയി. നീ ആ കടയിൽ പോയി ഒരു ബ്ലേഡ് മേടിച്ചിട്ട് വന്നേ. എടാ, നിന്നോടാണ് പറഞ്ഞതേ, ആ കടയിലൊന്ന് പോയിട്ട് വരാ. ഓ, എനിക്കൊന്നും പറ്റിയത്. അവന്റെ ഒരു മൊബൈൽ നോട്ടം. ഞാൻ എല്ലാം കൂടി വലിച്ചു പറിച്ച് ഇത് കുറച്ചേറി പറഞ്ഞേക്കാം. ഓ, അച്ഛൻ എന്നെ കൊണ്ട് വിറയിപ്പിക്കരുത്. അച്ഛൻ പറയിപ്പിക്കണില്ല. ശരി ശരി എന്നാ. ഡേ എടി, പിന്നെ ഞാൻ നമ്മുടെ മകനോട് ആ കടയിൽ വരെ ഒന്ന് പോകാൻ പറഞ്ഞു. അവൻ എന്നോട് പറയാനേ എനിക്ക് പറ്റത്തില്ലെന്ന്. എടി, എന്താടി ഇങ്ങനെ അവൻ? ഞാനെല്ലാം കേട്ടു. അതെ, ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? വാ എൻ്റെ കൂടെ. എടാ കുഞ്ഞേ, എന്താ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. അച്ഛൻ കടയിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അച്ഛന്റെ വർത്താനം കേട്ടാ എനിക്ക് ചൊറഞ്ഞു വരും അമ്മ. അച്ഛന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് നിനക്കറിയാലോ. അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെ. എന്നോടൊരു സ്നേഹവും ഇല്ല. എടാ കുഞ്ഞേ, അച്ഛന് സ്നേഹമില്ലാഞ്ഞിട്ടല്ലടാ. നീ വിഷമിക്കൊന്നും വേണ്ടടാ. പുള്ളിയുടെ രീതി അതാണ്. ആ, ശരി ശരി. അമ്മക്കിപ്പോ എന്താണ് വേണ്ടത്? ഞാനിപ്പോ കടയിൽ പോയി അച്ഛനത് വാങ്ങിക്കൊടുക്കണം, അതല്ലേ വേണ്ടത്? അതേടാ മോനെ, മോനെ കടയിൽ നിന്ന് പോയിട്ട് വാ. നിന്നോടല്ലാതെ പിന്നെ ഞങ്ങൾ വേറെ ആരോടാണ് പറയേണ്ടത്? ശരി, കാശിതാ. ഇപ്പൊ കണ്ട അവൻ കടയിൽ പോയത്? ഇതുപോലെ സ്നേഹത്തോടുകൂടി ഏത് മക്കളോടും പറഞ്ഞ് അവരനുസരിക്കും. എടി, എനിക്ക് അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, നിനക്കറിയാല്ല. എൻ്റെ സ്നേഹം മനസ്സിലാണ്. നമുക്കത് എങ്ങനെ പറയണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ ദേഷ്യമൊക്കെ ആകും. അവനിപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ നീ പറഞ്ഞപ്പോൾ.